വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾക്ക്, സദസ്സിലുള്ള പ്രിയപ്പെട്ടവർക്ക്, സഹൃദയരായ കലാസ്വാദകർക്ക് നമസ്കാരം. ധനുഷാസ് ഗൗരി ദർപ്പണ ഡാൻസ് അക്കാദമി തൃശ്ശൂരിൽ പ്രവർത്തനം തുടങ്ങുന്ന ഈ ചടങ്ങിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം. ശരിക്കും സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂരിന്റെ നഗരഹൃദയത്തിൽ വളരെ മികവോടെ നൃത്തകലയുടെ ഒരു മഹിമ, മനോഹാരിത ഏറ്റവും നന്നായിട്ട് പ്രകടമാക്കാൻ ഈ സംരംഭത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ നാടിൻ്റെ ഒരു കലാപാരമ്പര്യം വളരെ വൈവിധ്യതയുള്ളതാണ്. അതിൽ സംഗീതവും നൃത്തവും പല വിധത്തിലുള്ള കലകളും ഉണ്ട്. ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയത അറിഞ്ഞിട്ടല്ല പലരും ഇത് ആസ്വദിക്കുന്നത്. പലർക്കും ശാസ്ത്രീയമായിട്ട് ഇത് പഠിക്കാനും പെർഫോം ചെയ്യാനുമുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പലർക്കും ഇതിൻ്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. അത് കാണുക, മനസ്സിലാക്കുക, കണ്ടതിൻ്റെ അഭിപ്രായം പറയുക. ഒരു നൃത്തം എന്ന കല എടുത്ത് നോക്കിയാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ആസ്വാദകനാണ്. പക്ഷേ എന്നിരുന്നാലും കലാസ്വാദകർ, സഹൃദയർ ഒരു പെർഫോമൻസ് കണ്ടാൽ അതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ, ഇനി എന്തെങ്കിലും ഒരു അഭിപ്രായ കുറവ് തോന്നിയാൽ മടി കൂടാതെ സ്നേഹപൂർവ്വം സതുദ്ദേശത്തോടുകൂടി ഇത് പറയാൻ കാണിക്കുന്ന താല്പര്യം, അഥവാ പ്രേക്ഷകരുടെ ഒരു പ്രതികരണം എപ്പോഴും ഒരു കലാപീഠത്തിനും ഒരു കലാകാരനും കലാകാരിക്കും മുന്നോട്ട് പോകാൻ പ്രധാനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേദികളിൽ അവരുടെ ജന്മസിദ്ധമായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട്, അവരുടെ പ്രതിഭാവിലാസം കാഴ്ചവെച്ചുകൊണ്ട് എത്രയോ അധികം സർഗധനരായിട്ടുള്ള ആളുകൾ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരായി മാറുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഗൗരി ദർപ്പണ ഇന്നിവിടെ തുടക്കം കുറിക്കുമ്പോൾ ഞാൻ അറിയുന്നത് ദേശവിദേശങ്ങളിൽ വേരോട്ടമുള്ള ഇന്റർനാഷണൽ ലെവലിൽ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് ആരംഭം കുറിക്കുന്നത്. ധനുഷ ലോക ഭൂപടത്തിൽ US ആയിക്കോട്ടെ, ഒരുപക്ഷെ ഓസ്ട്രേലിയ, ഇനിയും പല രാജ്യങ്ങളിലൊക്കെയും ഗൗരി ദർപ്പണയിലൂടെ നൃത്തത്തിന്റെ സന്ദേശവാഹകയായിട്ട് ഒരു മുന്നേറ്റം നടത്തുന്ന ഒരാളാണ്. അതൊരു വലിയ കാര്യമാണ്. ഇപ്പൊ മോഹിനിയാട്ടം എന്നൊരു കലാരൂപം എനിക്ക് കേട്ടും വായിച്ചുമുള്ള ഒരു അറിവൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിന് തുടക്കം കുറിക്കുകയും ഇപ്പൊ സ്വാതി തിരുനാൾ, ഇരിയമ്മൻ തമ്പി എന്നിവരൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള കഥകളിൽ മോഹിനിയാട്ടത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പിന്നീട് എപ്പോഴോ സമൂഹത്തിൽ നിന്നും എവിടെയോ ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടിട്ടുണ്ട് മോഹിനിയാട്ടം എന്ന കലയ്ക്ക്, ഇതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എനിക്ക് വളരെ വിശദമായിട്ട് അറിയില്ല. പിന്നീട് കലാമണ്ഡലത്തിലൂടെ വള്ളത്തോൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കല്യാണിയമ്മ, കല്യാണിക്കുട്ടിയമ്മ, അല്ലെ, തങ്കമണി ഗോപിനാഥ്, അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ അന്നത്തെ കാലം മുതലുള്ള പരിശ്രമത്തിന്റെയും പിന്നീട് എത്രയോ അധികം ആളുകളുടെ പ്രയത്നത്തിന്റെയും തുടർച്ചയാണ് ഇന്ന് നമുക്ക് ഇത്രയും മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന മോഹിനിയാട്ടം. ഇപ്പൊ വിവിധ കലാരൂപങ്ങളുണ്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം, കഥക്, കഥകളി, കുച്ചിപ്പുടി, അല്ലെ, നങ്ങിയാർകൂത്ത്, ഛൗ നൃത്തം, പലതുണ്ട്, യക്ഷഗാനം. ഇത് ഓരോന്നും കണ്ട് വളരെ മൈന്യൂട്ടായിട്ട് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി അഭിപ്രായം പറയാൻ നമുക്ക് അറിയില്ലെങ്കിൽ പോലും പ്രേക്ഷകർ, കലാസ്വാദകർ, കാണികൾ ഇത് കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്ന് ഒരുപാടധികം പുതിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സ്റ്റേജ്, സിനിമ, ടെലിവിഷൻ പ്രോഗ്രാംസ്, റിയാലിറ്റി ഷോസ്, ഇതിൽ ഓരോന്നിലും പുതിയ കലാകാരന്മാർക്ക്, കലാകാരികൾക്ക് അവസരം തുറന്നു കിട്ടുകയാണ്. അതിലൂടെ അറിയാനും പറ്റുന്നു. ഇപ്പൊ എന്നെ സംബന്ധിച്ചത് ഞാൻ പറയാം, ഞാൻ ഈ മോഹിനിയാട്ടം എന്ന കലാരൂപമൊക്കെ അല്ലെങ്കിൽ നൃത്തരൂപങ്ങൾ പൊതുവെ വേദികളിൽ കാണുന്നതിനും ഒപ്പം അല്ലെങ്കിൽ അതിനുപരിയായിട്ട് സിനിമയിലൂടെ, സിനിമാ ഗാനങ്ങളുടെ നൃത്താവിഷ്കരണങ്ങളിലൂടെയാണ് കൂടുതൽ ആസ്വദിച്ചിരിക്കുന്നത്. ഇപ്പൊ ബന്ധുക്കൾ ശത്രുക്കൾ എന്നൊരു സിനിമയിലെ മലയാളി പെണ്ണേ നിന്റെ മനസ്സ് എന്നൊരു മനോഹരമായ പാട്ടുണ്ട്. കേരളീയ തനിമയുള്ള ഒരു പെണ്ണിന്റെ സൗന്ദര്യം, ഒരു സ്ത്രീയുടെ സ്ത്രീത്വവും അഴകും ഐശ്വര്യവും ഒക്കെ ശ്രീകുമാരൻ തമ്പി സാറ് അതിഗംഭീരമായിട്ട് വരികളിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പാട്ടിന്റെ ദൃശ്യാവിഷ്കരണം നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. അതിൽ കൂടുതൽ മോഹിനിയാട്ടമാണ്. മലയാളി പെണ്ണെ നിന്റെ മനസ്സ് എന്ന് പറയുമ്പോൾ വസന്തോദയത്തിലും ഗ്രീഷ്മാതപത്തിലും പെയ്തൊഴിയും വർഷ സംഘർഷണത്തിലും തെളിയുന്നു ഗ്രീഷ്മത്തിൻ നിത്യഭാവം എന്നൊക്കെയുള്ള വരികൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആർട്ട് ഫോം, നൃത്താവിഷ്കാരം അതിൽ കൂടുതൽ മോഹിനിയാട്ടമാണ്. ദേവാസുരം എടുത്തു നോക്കൂ. മേടപ്പൊന്നണി കൊന്നപ്പൂക്കണിയ എന്ന പാട്ടിൽ രേവതി, ഭാനുമതി നൃത്തം ചെയ്യാണ്. ശ്രീപാദം രാഗാർദ്രമായി എന്ന പാട്ട്, ഈ ദേവാസുരം സിനിമ കാണുമ്പോൾ എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു രംഗമുണ്ട്. അത് നെടുമുടി വേണു സാർ അതിൽ പറയുന്നൊരു ഡയലോഗാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് ഈ നീലകണ്ഠന്റെ അഹങ്കാരം കൊണ്ട് അലങ്കോലമായി തീർന്നു ഭാനുമതിയുടെ നൃത്തം, അല്ലെ? അതിന്റെ തുടർച്ചയായിട്ട് നീലകണ്ഠന്റെ മുമ്പിൽ എതിർത്ത് പറയാൻ ധൈര്യമില്ലെങ്കിലും അല്പം വേദന കടിച്ചമർത്തിക്കൊണ്ട് ഈ മാമ്പറ്റപ്പുമാഷ്
നെടുമുടി വേണു സാറിന്റെ കഥാപാത്രം നീലകണ്ഠനോട് നേർക്കുനേർ നിന്നുകൊണ്ട് പറയുന്നത്, തന്റെ ധാർഷ്ട്യം അഴിച്ചു മാറ്റിയ ആ ചിലങ്കയിലെ മണികൾ ഓരോന്നും ആ കുട്ടി എത്രയോ വർഷത്തെ കണ്ണീര് കൊണ്ട് ഉരുക്കിയെടുത്തതാണെന്ന് അറിയാമോ? അതറിയണമെങ്കിൽ 3 അക്ഷരമുള്ളൊരു സാധനം വേണം, ഇവിടെ ഹൃദയം. അങ്ങനെയാണ് ഓരോ കലാകാരനും ഒരു കരിയർ ഫോം ചെയ്യുന്നത്. ആ ഡയലോഗ് വളരെ പ്രസക്ത. എത്രയോ വർഷത്തെ കണ്ണീര് കൊണ്ടും തപസ് കൊണ്ടും ഉപാസന കൊണ്ടും സാധന കൊണ്ടും ശ്രമം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും ഒക്കെ അവരിങ്ങനെ ഉരുക്കി എടുക്കുന്നതാണ് അവരുടെ കരിയർ എന്ന് പറയുന്നത്. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെയും പല മാധ്യമങ്ങളിലൂടെ ഒക്കെ വളരെ നിസ്സാരമായിട്ട് കലാകാരികളെ അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ട്രോൾ, അതിന് കിട്ടുന്ന വ്യൂ, അതിന് കിട്ടുന്ന റീച്ച്, അതിലൂടെ കിട്ടുന്ന ചില ഇൻകം, അതിനു വേണ്ടിയിട്ട് നിസ്സാരമായിട്ട് അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നവർ അറിയുന്നില്ല ആർട്ടിസ്റ്റ് എന്നൊരാൾ എത്രയോ മനസ്സാന്നിധ്യത്തോടു കൂടി ചെയ്തെടുക്കുന്നതാണ് അവരുടെ കല എന്നുള്ളത്. ഇപ്പൊ ഗോപിക വസന്തം, പ്രേമോദ്ധാരണമായി തുടങ്ങി ഒരുപാടധികം പാട്ടുകളുണ്ട്. ഞാനൊരു പഴയ പാട്ട് ഓർത്തു പറയാം. സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിൽ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. പാലാഴി കടഞ്ഞെടുത്തൊരഴകാണു ഞാൻ എന്നൊരു പാട്ടുണ്ട്. ലക്ഷ്മി എന്ന ആക്ട്രസ് അഭിനയം. അത് മോഹിനിയാട്ടമല്ല, പെർഫോമൻസ് തോന്നും, പക്ഷെ അതിൽ മോഹിനിയുടെ സൗന്ദര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണല്ലോ ഒരു കോൺസെപ്റ്റ്. പാലാഴി കടഞ്ഞപ്പോൾ അല്ലെ, ദേവാസുര യുദ്ധ സമയത്ത് അസുരന്മാരിൽ നിന്നും അമൃത് കൈക്കലാക്കാൻ വേണ്ടി മോഹിനി രൂപം ആർജിച്ച വിഷ്ണുവിന്റെ സ്ത്രീ സൗന്ദര്യം വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പറഞ്ഞ പാട്ടിലുണ്ട്, കാലിൽ കാഞ്ചന ചിലമ്പിട്ട കലയാണു ഞാൻ. അപ്പോ അത്രയും അധികം സ്ത്രീ സൗന്ദര്യത്തിന് പകർത്തി വെക്കുന്ന മോഹിനിയാട്ടം എന്ന കല ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ നാട്ടിലും പുറത്തുമൊക്കെയുള്ള ആസ്വാദകർക്കിടയിൽ മോഹിനിയാട്ടത്തെ കൂടുതൽ പ്രശസ്തമാക്കാൻ ഗൗരി ദർപ്പണ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഞാൻ എൻ്റെ ആശംസ ഒരിക്കൽ കൂടെ നേരുന്നു. തൃശ്ശിവപ്പേരൂരിൽ 5000 പേരെ വെച്ച് മോഹിനിയാട്ടം നടത്തി ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുണ്ട് നേരത്തെ ധനുഷയും സംഘവും. അത്തരത്തിലുള്ള പുതിയ വലിയ ശ്രമങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.